അതായത് ലൈഫിലെ തന്നെ നമ്മുടെ പ്രധാന പല ഘട്ടങ്ങളിലും ഉം. മ്യൂസിക് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പം ആ പതറിപ്പോകുന്ന ഒരുപാട് ഘട്ടങ്ങളുണ്ടാവും. ഘട്ടങ്ങളുണ്ട്, ആ ശരിയാ. ആ- ആ ഘട്ടം ലൈഫിൽ എപ്പോഴും ഒരു അപ്സും ഡൗൺസും ഉണ്ടാവും, ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും ആ ഉണ്ടാവും. ആ അത് മ്യൂസിക് കൊണ്ടും ഉണ്ടാവും, അല്ലാതെ ഉണ്ടാവും. ഉം, പക്ഷെ ഉം. ഇതിനൊക്കെ മ്യൂസിക് തന്നെ ഹീൽ ചെയ്യും. അതെ അതെ, ആ ഒരു സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ ഒരു പാട്ട് കേട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രാക്ടീസ് ചെയ്താൽ മതി. പ്രാക്ടീസ് ചെയ്താൽ മതി. നമ്മൾ എന്തെങ്കിലും ഒന്ന് പാടുകയൊക്കെ ചെയ്ത് നമുക്ക് അതിലൊരു ആനന്ദം ഉണ്ടല്ലോ. സത്യം. അതൊരു ഇപ്പൊ ഞാൻ മ്യൂസിക് തെറാപ്പി തന്നെ ഉണ്ടല്ലോ അല്ലേ? അതെ, അത് എത്രയോ വർഷം മുമ്പേ ഉണ്ട്. അതെ അത് അതെ അതെ ചില അതെ. രാഗങ്ങൾ കേട്ടാൽ നമുക്ക് അതെ അതെ. ബ്ലഡ് പിന്നെ പ്രഷർ കുറയും ബ്ലഡ് എന്നൊക്കെ പ്രഷർ പറയുന്നത് കുറയും. അങ്ങനത്തെയൊക്കെ. ഉം. അപ്പൊ അത് ശരിക്കും പ്രാക്ടിക്കലി അത് വളരെ സത്യമാണത്. സത്യമാണ്. കാരണം ഇപ്പൊ പ്രഗ്നൻസിയിൽ തന്നെ ഇപ്പൊ ലേബർ റൂമിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മ്യൂസിക് ഇട്ടിട്ടാണ് ഇപ്പൊ എല്ലാം. അത് ആ പെയിന് കുറയ്ക്കാനും അതാണ് മ്യൂസിക് തെറാപ്പി ഒരുപാട് ഒരുപാട് അതെ പേര് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതെ, അമ്മ ചേച്ചിയുടെ ഒരു അനുഭവമുണ്ട്, ഉം, ചിത്രേച്ചിയുടെ. ഉം, പാട്ട് ഏതാന്ന് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. രാജഹംസമാണോ അതോ ഒവ്വൊരു പൂക്കളുമാണോ എന്ന് ഉം, എനിക്കറിയില്ല. ഉം, ഏതോ ഒരു പാട്ട്, ഈ ഉം, രണ്ട് പാട്ടുകളിൽ ഏതോ ഉം, ഒന്ന്, അത് ഉം. അത് കേട്ടിട്ട് ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പോയ ഒരാൾ തിരിച്ചു വന്നിട്ടുണ്ട്. ഓ, ശരി.